ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സ്റ്റൗവിൽ ഒരു ചീനിച്ചട്ടിയെന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി എടുത്തിട്ട് തുടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതേപോലെ ഒന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഈ സ്റ്റെപ്പ് എന്താണെങ്കിലും ഒഴിവാക്കരുത്. കാരണം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം ഈ കറി തയ്യാറാക്കി എടുക്കാൻ. എങ്കിലാണ് ഈ വെണ്ടയ്ക്കൊക്കെ ഒരു ഞോളപ്പുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കറി തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ കറിക്ക് അതേപോലുള്ള ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്താണെങ്കിലും ഒഴിവാക്കരുത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വെണ്ടയ്ക്കയിൽ അതൊരു പകുതി ഭാഗത്തോളം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് ഫുള്ളായിട്ട് അങ്ങ് കോരിയെടുക്കാം. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലോട്ടായിട്ട് നമുക്കൊരു 3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 7ഓളം വെളുത്തുള്ളി നന്നാക്കി ഇത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഒന്ന് തൊണ്ട് കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, ഒന്ന് പീസാക്കിയിട്ടില്ല. അതിനുശേഷം നമുക്കൊരു വലിയൊരു സവാള ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഞാനൊരു 2 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയുടെ എല്ലാം ആ ഒരു പച്ചമണം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഞാൻ ഒരു 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുടെ അളവ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് എത്രത്തോളം വെള്ളമാണോ ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ ആ വെണ്ടയ്ക്ക ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി പെടുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.